അല്ല കോയാമു, നമ്മുടെ സെയ്താലിയുടെ ചെറുക്കൻ മുല്ലാക്കയുടെ മോളുമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് കേട്ടില്ല, ശരിയാണോ? അക്കാര്യം പറയാതിരിക്കാനല്ലേ മുല്ലാക്കയെന്നാണം കെട്ട് സെയ്താലിന്നാണം കെട്ട്. അവസാനം എന്തായി? ഓനെ പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു. അതും പറയണ്ടില്ലായിരുന്നു. ഞമ്മളില്ല ഇവിടെ പിന്നെ കൊള്ളലും കൊടുക്കലും ഒക്കെ ഞമ്മളെ മുഖാന്തരം മതി. എന്നാലേ ഞമ്മക്ക് വരാനുള്ളത് ഞമ്മക്ക് വരണം. അതവിടെ നിക്കട്ടെ, ഞമ്മടെ കല്യാണക്കാരി എന്തായി? കല്യാണം കഴിഞ്ഞിട്ടോടെ ഞമ്മക്കൊന്ന് ഗൾഫിൽ പോവാൻ. അങ്ങനെയാണെങ്കിൽ നീ ജമ്മത്ത് ഗൾഫിൽ പോകൂല. ഞാനില്ല ഇവിടെ. അനക്ക് നല്ല മൊഞ്ചത്തെ ഒരു പെണ്ണ് വേണം. അനക്ക് പറ്റിയ പെണ്ണോ അല്ല, സോമാലിയയില് നോക്കാല്ലത്. നമ്മളിങ്ങനെ സംസാരിച്ചിരുന്ന സമയം പോയി. എനിക്കൊന്നൊരു ചക്കനെ പെണ്ണ് കാണിച്ചു കൊടുക്കാൻ പോവാണ്ട്. കല്യാണ നിശ്ചയം വലുതായി കഴിച്ച് അതിനൊരു കാശ് കളയണ്ട. ചെറിയ തോതില് ആ കാര്യം അങ്ങോട്ട് ഭംഗിയാക്ക. നിക്കാഹ് പള്ളിയിൽ വെച്ച് അതിന് വർക്കത്ത് പോരെയാണല്ലോ. അതെ അതെ അതെ. അല്ല, നിക്കാഹിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടല്ലോ. സ്ത്രീധനം അതിപ്പോ എങ്ങനെയാ? എന്റെ മോൾക്ക് ഞാൻ കൊടുത്തത് 1,00,000 രൂപ 75 പവനുമാ. അതെങ്കിലും തിരിച്ചു കിട്ടണ്ടേ? അതിപ്പോ വർഷം 5 കഴിഞ്ഞു. ഓനിപ്പോ ഗൾഫിലാ. ഓന് വിസ കൊടുത്തതേ ഞാനാ. 1,75,000 പവനും മുല്ലാക്കൊണ്ടാവൂല. അതൊരു വലിയ സംഖ്യയല്ലേ? എന്തെങ്കിലും ഒരു വെട്ടുവീഴ്ച നിങ്ങൾ ചെയ്യണം. അതിന്ന് കുറഞ്ഞൊരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറല്ല. സത്യം പറഞ്ഞാൽ മോളെ കെട്ടിക്കാനായിട്ട് ഞാൻ ഒന്നും കരുതിയിട്ടില്ല. 1,20,000 പവനും കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതും റബ്ബിന്റെ കയ്യില. അങ്ങനെയാണെങ്കിൽ ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. അതാ നല്ലത്. ചായ. ചായ കുടിക്ക. ഈ ചായക്ക് മധുരയില്ല. തരാലോ. വേണമെന്നില്ല അളിയാ, വാ നമുക്ക് പോവാം. എന്നാ പിന്നെ ഇറങ്ങല്ലേ? വരട്ടെ. ശരി. നിങ്ങൾ നടന്നോ, നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് വരാം. നസീറിന്റെ ബാപ്പ ഇജ്ജൊരു പൊടിക്കടങ്ങട്ടാ. അസ്സലാമലൈക്കും. സ്ത്രീധനത്തിന്റെ അളിയാ, ഓം വല്ലാത്ത പഹയം തന്നെ. ഓന്റെ ഒരു ആർത്തിയേ. ഉപ്പ് എന്തിനത്ര കടുംപിടുത്തം പിടിച്ച്? അനക്ക് അങ്ങനെയൊക്കെ പറയാം. അന്റെ പെങ്ങളെ 1,75 കൊടുത്തിട്ടാ ഈ പടിയിറക്കി വിട്ടത്. അതും 4-5 വർഷം മുമ്പേ. പിന്നെ 3-4 മാസം മുമ്പ് നിന്റെ കടയ്ക്ക് വേണ്ടി ലോൺ എടുത്തതേ, അത് ഇതുവരെ അടച്ചു തീർത്തിട്ടില്ല. ഇതൊക്കെ സ്ത്രീധനത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞ മോശല്ലേ ഉപ്പ? മോശാണെങ്കിലേ ഇജ്ജ് പെണ്ണ് കെട്ടണ്ട. സ്ത്രീധനം വാങ്ങാതെ ഒരു പെണ്ണ് ഈ പടി ചവിട്ടണ്ട. തെറ്റുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റില്ലുപ്പ. നമ്മൾ ആ തെറ്റിന്ന് മാറി നിൽക്കാൻ വേണ്ടത്. മറ്റൊരാളുടെ സമ്പത്ത് കൊണ്ട് കല്യാണം കഴിച്ചാ അതിൽ ബർക്കത്തുണ്ടാവല്ലോപ്പാ. ജീവിതം ഇന്നും നാളെ മാത്രം പോരല്ലോ. സമ്പത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ജീവിതത്തിന് ഐശ്വര്യം ഉണ്ടാക്കാൻ പറ്റുമോ? സ്വന്തമായിട്ട് മഹർ വാങ്ങിക്കാൻ കഴിയുന്ന കാലത്തേ ഉള്ളൂ ഇനി എന്റെ വിവാഹം. അല്ലാന്ന് എന്തായി കാര്യങ്ങളൊക്കെ? ഈ മാസത്തിൽ തന്നെ വേണോന്ന് പറഞ്ഞ? എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞു. 1,75 അവരുടെ ഡിമാൻഡ്. നമുക്കത് കൊടുക്കാൻ കഴിയില്ലല്ലോ. പിന്നെ സംസാരിക്കാൻ നിന്നില്ല, അത്രയല്ലേ. നസീർ ഉണ്ടായിരുന്നില്ലേ അവിടെ? ഉണ്ട്. ഓൻ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഓൻ്റെ ഉപ്പയെ വാശി പിടിച്ചത്. മോള് വിഷമിക്കണ്ട, സാരല്ല, എല്ലാം ശരിയാവും. ഓനല്ലെങ്കിൽ മറ്റൊരാൾ നടക്കണ്ടാവും.
എല്ലാം അള്ളാന്റെ പരീക്ഷയാണ് മോളെ. ക്ഷമിക്കാനും പൊറുക്കാനും കഴിവുള്ളവനല്ലേ മനുഷ്യൻ, അല്ലാത്തവൻ മനുഷ്യനല്ലല്ലോ. എല്ലാം മറന്നേക്കും മോളെ, സാരമില്ല. അല്ല കോയാമു, നമ്മുടെ മൊല്ലാക്കാടെ മോളുടെ കല്യാണക്കാരി എന്തായി? അതൊന്നും പറയണ്ട, ഞാൻ അപ്പോഴേ വിചാരിച്ച. അല്ലെങ്കിൽ സൈതാലിന്റെയും മൊല്ലാക്കാന്റെയും സ്വഭാവം ഒരു കണ്ടെത്തി ചേരൂല. സത്യം പറഞ്ഞ എനിക്കത് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഞമ്മളെ മണി കുറയേ ഞമ്മള് നേരിട്ടുണ്ടാക്കിയതല്ലോ. അല്ലെങ്കിലും കൊതിച്ചത് നടക്കൂല, വിധിച്ചതേ നടക്കുള്ളൂ. ഇത്രയും പഠിപ്പുള്ള ഒരു കുട്ടീനെ ഒരു ബോധമില്ലാത്തവന് കെട്ടിച്ചു കൊടുക്കാൻ ഈ മുല്ലാക്കാക്കുന്ന പ്രാന്തുണ്ടോ? ഇങ്ങക്ക് അറിഞ്ഞൂടെ അയാളെ വീട്ടിലെ കഥ? പിന്നെന്താ, പഴയ കാലത്തെ നോമ്പെന്താ നിസ്കാരം എന്താ ഒരു ചുക്കോൻ അറിഞ്ഞൂടാ. ഇപ്പോഴോ നമുക്ക് റംലാ മാസത്തിൽ നോമ്പ് പിടിക്കാതെ ചായയും കുടിച്ച് ബീഡിയും പറിച്ച് പീഡിയക്കോളാൽ നിരങ്ങും. പള്ളിയിലെ മൊയ്ലാറ് എപ്പോ ഓനോട് വാതില് പറയും. എന്ത് കാര്യം? വെട്ടാൻ വരുന്ന പോത്തിനോട് പേതോതിച്ച് എന്താ കാര്യം? അല്ല കോയാമു, എന്നിട്ടാ കല്യാണക്കാരി മുടങ്ങിയ? പിന്നെന്താ, സെയ്താനിക്ക് 1.75 വേണമെന്ന് പറഞ്ഞു. മുല്ലാക്കുണ്ടോ അതിനുള്ള കെൽപ്പ്? കഴിവില്ലാത്തവൻ നിക്കാഹിന് പകരം നോമ്പെടുത്തു കൊള്ളട്ടെ നമ്മളെ മുത്തുനബി പറഞ്ഞേക്കണത്. ഇപ്പോഴത്തെ ചെക്കന്മാര് പണിയൊന്നുമില്ലെങ്കിലും 100 ഇല്ലാണ്ട് കല്യാണം കഴിക്കൂല. മറ്റൊരുത്തന്റെ കാശും മേടിച്ച് കുറെ ബിരിയാണിയും ചോറും ഉണ്ടാക്കി കൊടുത്ത വലിയ കാര്യായി. നാണം കെട്ട ഏർപ്പാട്. അല്ല, നിങ്ങൾ പോരണ്ട, ഞാൻ മാർക്കറ്റിലേക്കാ. നമ്മള് എന്താ ഭംഗി, വെളുത്ത ശരീരത്തിൽ കറുത്ത പർദ്ദ, ജോഡി ആയിട്ടുണ്ട്. എന്താ മോളെ ഡിമാൻഡ് കാട്ടുന്നുണ്ടോ? വേണ്ട മോളെ വേണ്ട. എന്താടാ ജാര, അനക്കെന്താ വേണ്ടേ? കള്ള ഹിമാറ വഴി കൂടി പോണ പെണ്ണുങ്ങളെ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടക്കാതെ മാന്യമായിട്ട് ജീവിക്കാൻ നോക്കടാ. മോനെ മോനെ നസീറ, അവിടെ നിൽക്കാൻ. ഇന്നലെ എന്റെ കൂട്ടുകാരൻ ബോംബെന്ന് വിളിച്ചിരുന്നു. ഒരു ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു കമ്പനിയില്ല. ഒരുപക്ഷെ അവന്റെ കെയർ ഓഫില് ഞാൻ ദുബായിലേക്ക് പോകും. മോനെ പോലെ മോനെ, നിങ്ങൾ കണ്ടില്ല അവൻ പോണത്? അവൻ ഇങ്ങോട്ട് വിളിക്ക്. വാലേക്കുസ്സലാം. കോയാമോ, വാ വാ കേറിക്ക്. ഞാനിപ്പോ വന്നതേ മുല്ലാക്കാന്റെ മോക്ക് ഒരു കല്യാണക്കാരി ആലോചിക്കാനാ. ആരാ കോയാമോ ആള്? നല്ല ചേർക്കനാ, നമ്മളെ ശ്രീനാരായണ മെമ്മോറിയൽ ഹൈസ്കൂളിലെ അധ്യാപകനാ. പുകവലി, പൊടിവലി, കുത്തുവലി ഒന്നുമില്ല. അതെന്താ കോയാമോ ഈ കുത്തലവലി? അതിപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു ഫാഷനാ. കൈ ഇങ്ങനെ പോയിട്ട് ചുണ്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുമല്ലോ. എന്താ അതിന്റെ പേര്? മധുവോ എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തിനു പറയുന്നു,
ഓനൊരു നയാ കാശ് ഒരാൾക്ക് കൊടുക്കൂല. അപ്പൊ ഓൻ അത്ര ബഹീല? മൊല്ലാക്ക നിങ്ങൾ മലയാളത്തിൽ പറയും, എനിക്ക് ഇംഗ്ലീഷ് തിരിയൂല. പിന്നെ ശ്രീധരൻ വകയിൽ ഒന്നും ഓന് വേണ്ട. ഇങ്ങളെ മോക്ക് കൊടുക്കുന്ന 30ഓ 40ഓ സ്വർണ്ണോ. അതിനല്ലേ കോയാമോ സ്ത്രീധനെന്ന് പറയാ. സ്ത്രീയുടെ ഭാഗത്തുനിന്ന് പുരുഷന്റെ ഭാഗത്തേക്ക് കൊടുക്കുന്ന ധനത്തിനാണ് സ്ത്രീധനം. അതല്ല ഞാൻ പറഞ്ഞേ, 1 ലക്ഷോ 2 ലക്ഷോ ഇങ്ങനെ എണ്ണി കൊടുക്കണ്ടെന്നാ. ഓ അങ്ങനെ. പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ട്, അവനൊരു സ്റ്റൈൽ മേനാ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ചില വിഷയങ്ങൾ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. പിന്നെ ആരായാലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. കദീസോ, ആ കോയാമന് ചായ കൊടുക്ക്. ഇതാ കൊണ്ടുവരുന്നു. അതെങ്ങനെ ശരിയാവാ കോയാമോ? ഒരു ദീനിയായുള്ള എന്റെ മോളെ ഓന് കുഫോക്കൂല്ലോ. കാശെന്ന് പറഞ്ഞാൽ ദില്ലും സാഹിരുന്നല്ലേ. ഇന്ന് എന്റെ അടുത്താണെങ്കിൽ നാളെ എന്റെ അടുത്ത്, മറ്റന്നാ വേറൊരാളടുത്ത്. അതാ കാശിന്റെ സ്ഥിതി. പക്ഷെ കാശിന്റെ ലാഭം നോക്കിയിട്ട് എന്റെ മോളെ ഓന് കെട്ടിച്ചു കൊടുത്താൽ എന്റെ മോളുടെ ആഹിരം നഷ്ടപ്പെടൂലേ? എന്നാ വേണ്ട, മറ്റൊരു ടീമായാലോ. മതിലകം തറവാട്ടിലെ സാഹിബിന്റെ മകൻ ദാദാ സുബേർ ആയാലോ. നല്ല പെരുമാറ്റം, ഡീസന്റ് ഉള്ള സ്വഭാവം. ദാദാന്ന് വിളിക്കുന്നോണ്ട് പേടിക്കൊന്നും വേണ്ട. ഓനൊരു പാവ. സാഹിബിന് മനസ്സിലായില്ലേ, കാശ് എറിഞ്ഞ് കളിക്കാൻ സാഹിബിനെ പോലെ ഒരാള് ഞമ്മളെ മഹലില്ല. അവിടേക്ക് മൊല്ലാക്കാന്റെ മോള് കയറി ചെല്ലാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യ. കോയാമോ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഒരു ഇണയെ തേടുമ്പോൾ അത് ഇന്നും നാളേക്കും മാത്രമുള്ളതല്ലല്ലോ. ജീവിതം മുഴുവനും നാളെ സ്വർഗത്തിലും പങ്കാളിയല്ലേ. കോയാമോ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. ഈ ദാദാ സുബൈർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ദാദയല്ലേ ഓൻ. 5-6 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ പോയിട്ട് ദാദായി നടന്ന ഓനക്ക് എന്റെ മോളെ യോജിക്കോ കോയാമോ? അത് വേണ്ടെങ്കിൽ കോഴിക്കോട് വല്യങ്ങാടിയിൽ ഒരു ചെറുക്കുണ്ട്, നല്ല സ്വഭാവ, ഡീസന്റ് ഉള്ള പെരുമാറ്റം, ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. അതാലോചിക്കാം. ഹയറാണെങ്കിൽ നടത്താം ഇൻഷാ അല്ലാഹ്. എന്നാൽ എത്രയും പെട്ടെന്ന് അവനെയും കൂട്ടി വരാം, കാര്യങ്ങൾ നടത്താലോ. എന്നാ ഞാൻ പോയി വരാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം.